താടി വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത, മുടി ക്രോപ്പ് ചെയ്ത്, മുഖമൊക്കെ നല്ല ക്ലിയറായിട്ട് ചെയ്ത നടൻ വന്ന് എന്നോട് കഞ്ചാവ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരാൾ ചെരുപ്പിട്ട് കയറിയാൽ ഈ രാജ്യം കത്തും അല്ലേ? അപ്പോൾ സിനിമയ്ക്കോ സിനിമ എടുക്കുന്നവനോ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്കാണ്. സിനിമയിൽ ചെന്നാൽ കുറേ കൂടി പോപ്പുലർ ആകും, അപ്പുറം കുറേ കാശ് കിട്ടും. അതിന് നാടകം എങ്ങോട്ടാ പോയേക്കണം തിരിച്ചു വരാൻ? നാടകം എങ്ങും പോയിട്ടില്ല. നിങ്ങളെ പോലെയുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് നാടകം പോയി പോയി പോയി. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കല്ല, നിങ്ങൾക്ക്. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും അധികവും ഞാൻ ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീനാണ്. ഈ ഫൈറ്റ് സീനൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജ തോന്നും സത്യം പറഞ്ഞു. അതിന് മറുപടി ജോലി തോന്നിട്ടുണ്ട്, അതെടുത്ത് വായിച്ചാൽ മതി. ഹലോ എവരി വൺ, വെൽക്കം ടു മാക്സ്ടെക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ അഷ്റഫ്ക്കാണ്. വെൽക്കം ടു മാക്സ്ടെക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ എന്താ പറയുക, എല്ലായിടത്തും ഒരു ആൾക്കാർക്ക് സുപരിചിതമാണ് അഷ്റഫ് ഖാൻ എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോൾ ഒരു ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമയിലൂടെ വീണ്ടും വരാൻ പോകുന്നു. അപ്പോൾ ആ സിനിമത്തെ കഥാപാത്രത്തിനെ പറ്റി പറയാമോ? ഡ്രമാറ്റിക് ഡെത്ത് എന്ന സിനിമയിൽ ഞാൻ ചൗരോ എന്ന പേരുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സാധാരണ നാടക പ്രവർത്തകൻ, ജീവിതം തന്നെ നാടകമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അയാളുടെ ജീവിതം നാടകത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നു. ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അവസാനം അത് രക്ഷപ്പെടുക. ഈ സിനിമയിൽ ഇപ്പോൾ നാടകത്തിനെ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മിക്കയുടെ ലൈഫിലാണെങ്കിൽ നാടകം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു മാറ്റം സാധാരണ പോലത്തെ ഒരു ജീവിതം. കുഞ്ഞുങ്ങൾ ജനിച്ച് മലർന്നു വീഴുന്നു, കമന്നു വീഴുന്നു, മുട്ടുകുത്തുന്നു, നടക്കുന്നു എന്നെല്ലാം പോലെ തന്നെ. പക്ഷെ ഞാൻ നാടകത്തിലേക്ക് വന്നത് സിനിമ സ്വപ്നം, അത് ഒരു സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നതാണ്. എങ്കിൽ പോലും എൻ്റെ ശാരീരിക രൂപം വെച്ചോ അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ വെച്ചോ, സിനിമാക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചോ ഒന്നും എനിക്ക് ഒരു സിനിമ സങ്കല്പിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമയിൽ ചെന്നാൽ കുറേ കൂടി പോപ്പുലർ ആകും, അപ്പുറം കുറേ കാശ് കിട്ടും. നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റ് ജോലികൾ ചെയ്യുന്നു, ആ കാശ് നാടകത്തിലേക്ക് ചിലവാക്കുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടി വയ്ക്കിയാലും അവസാനം നഷ്ടമായിരുന്നു നാടകകാലത്ത് സാമ്പത്തികമായി. പക്ഷേ ജീവിതം നല്ലൊരു രീതിയിൽ തന്നെയാണ് നാടകം കൊണ്ടുപോയത്. ഇന്ന് സിനിമയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്തു എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കരുത്ത്, പിൻബലവും അനുഭവവും എല്ലാം നാടകമല്ല. ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലത്ത് നാടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കുറഞ്ഞു വരുവാണല്ലോ. ലൈക്ക് കോമ്പറ്റീഷനൊക്കെ ആയിട്ട് വരണമെങ്കിൽ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ അതിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിനിമേനെ വെച്ച് നോക്കുമ്പോൾ നാടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു വരാണല്ലോ. അപ്പോൾ അത് വീണ്ടും തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടോ? അതിന് നാടകം ഇങ്ങോട്ട് പോയേക്കണം തിരിച്ചു വരാൻ? അല്ല, നാടകം എങ്ങും പോയിട്ടില്ല. നിങ്ങളെ പോലെയുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് നാടകം പോയി പോയി പോയി. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പത്തെ ജനറേഷൻ, നമുക്കല്ല, നിങ്ങൾക്ക്, നമ്മള് പറയില്ല. അല്ല, ഇപ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നാടകത്തിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുവാണത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നു നാടകം പോയി പോയി പോയി. അങ്ങനെ നിങ്ങളത് കളയാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നാടകം എങ്ങും പോയിട്ടില്ല. നാടകം തന്നെ ഇത്. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നാടകം നിലനിൽക്കും. എന്നാലും പണ്ടത്തെ കാലത്ത് നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ നാടകം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാര്
പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിൽ കാണാൻ പോകാറുണ്ട്. അതേപോലത്തെ ഒരു കാലം വീണ്ടും വരണം എന്ന ആഗ്രഹമുണ്ടോ? പണ്ടത്തെ കാലത്ത് എന്നാണോ നിങ്ങൾ ചിന്തിച്ചത്? ഇന്ന് നിങ്ങൾ ഈ ഒരു 50 പൈസ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നാടകത്തെ കാണാൻ ആരും ഇല്ല എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എറണാകുളം വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങും, കേരളം വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങും, മറ്റ് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കൊക്കെ ഒന്ന് നെറ്റൊക്കെ ഫോണൊക്കെ കഴിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയൊക്കെ 365 ദിവസവും നാടകം കളിക്കുന്നുണ്ട്. ആ നാടകത്തിന് 4-5 മാസം മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഒരു നാടകം കാണണമെങ്കിൽ. ആ ഒരു കാലമാണ് ഇന്ന്. ഞാൻ യൂറോപ്പിൽ പോയിട്ടില്ല, അമേരിക്കയിൽ പോയിട്ടില്ല. പക്ഷെ പോയവർ അനുഭവസ്ഥർ നാടകക്കാരുമായി വന്നവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഞങ്ങളൊക്കെ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ 1000 കസേര ഉള്ളിടത്ത് 50 പേരുടെ മുമ്പിൽ നാടകം വെച്ചിട്ടുണ്ട്. സങ്കടം വന്നിട്ടുണ്ട്. 2 മാസത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് അരങ്ങേറാൻ ചെല്ലുമ്പോൾ ആ റിഹേഴ്സൽ കാണാൻ വന്ന റിഹേഴ്സൽ കാണാൻ ചിലപ്പോൾ 100 പേരുണ്ടാവും, നാടകം കാണാൻ 50 പേരുണ്ടാവും. നമുക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. അത് ഇക്കാലത്ത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇക്കാലത്ത് അങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ കാണാൻ. നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെ പറ്റി ഞാൻ സംസാരിച്ചത്. അപ്പോൾ വീണ്ടും ആ ഒരു പൊലിമയോടെ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടോ? ഒരുപാട് കാണികളും എല്ലാവരും വെച്ചിട്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ഉണ്ട്. അത് ഉണ്ടാകണം, അത് ഉണ്ടാകും തീർച്ചയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഫൈറ്റ് സീൻ നടക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഞാനിപ്പോൾ മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും അധികവും ഞാൻ ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീനാണ്. ഈ ഫൈറ്റ് സീനൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജ തോന്നും സത്യം പറഞ്ഞു. ഇത് കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് എന്താ ആഘോഷം. എൻ്റെ മുമ്പിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ച ഒരു നടൻ വന്ന് ഒരു മിലിറ്ററി വാൻ്റെ മേളിലേക്ക് അടിച്ച് വീഴുക. ആ മിലിറ്ററി വാൻ തകർന്ന് തരിപ്പണമായി പോവുക. ഒരു മനുഷ്യൻ വന്ന് ഒരു മിലിറ്ററി വാൻ്റെ മേളിൽ വീണിട്ട് എന്നിട്ടും ജനം കൈയടിക്കുന്നു. നാടകത്തിൽ ഒരു സ്റ്റൂളിൻ്റെ മേളിലേക്ക് ഒരു മനുഷ്യൻ വീണ ആ സ്റ്റൂൾ ഒടിയോ? ഒടിഞ്ഞതായിട്ട് നമ്മൾ കാണിച്ചാൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും തൻ്റെയുള്ള ഒരുത്തോ വന്ന് ആ ഒടിഞ്ഞ സ്റ്റൂൾ വെച്ച് നമ്മളെ തരും അല്ലേ? അപ്പോൾ നാടകം റിയല യാഥാർത്ഥ്യമാണ്. അത് ജനം മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല സ്കൂളുകളും പാഠ്യ വിഷയമായിട്ട് നാടകം എടുത്തിട്ടുണ്ട്, നാടകം പഠിപ്പിക്കുന്നുണ്ട്. നാടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പുതുതലമുറ കാണിക്കുന്ന കോപ്പരാറ്റുകളല്ല, നാടകം ജീവിതമാണ്. ഈ കേരളത്തിൽ ഭരണകൂടങ്ങളെ മാറ്റിമറിച്ച നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണത്തെ തന്നെ അധികാരത്തിലേറ്റിയ നാടകം ഉണ്ടായിട്ടുണ്ട്. മോള് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ഉണ്ടെന്നോ ഇല്ലെന്നോ? കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. എന്നാൽ കേൾക്കണം, തോപ്പിൽ ബാസി എന്ന് പറയുന്ന ഒരു നാടകക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു നാടകത്തിൻ്റെ പേരാണ് നിങ്ങൾ തന്നെ ആ നാടകം ഈ കേരളം അങ്ങോളം ഇങ്ങോളം കളിച്ചാണ് ഈ കേരളത്തിൽ 1957 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ജനം ബാലറ്റിൽ കുത്തി അധികാരത്തിൽ കയറ്റി. അത്ര കരുത്തുള്ളതാണ് നാടകം. ആ നാടകം തിരിച്ചു വരും, എന്നും പോയിട്ടില്ല, വരും. ഇപ്പൊ പൊതുവെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് സിനിമ സത്യങ്ങൾ വിളിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സിനിമ പൊളിറ്റിക്സ് പറഞ്ഞൊന്നും പ്രശ്നങ്ങളായല്ലോ. പണ്ട് ഞാൻ കേട്ടറിവാണ്, പണ്ട് നാടകങ്ങൾ എന്താ ഇതിനെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ തെരുവ് നാടകമാണെങ്കിലും അല്ലാതെ നാടകങ്ങളും അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം സിനിമകൾക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അങ്ങനെ തുറന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കട്ട് വരെ സെൻസർ ബോർഡ് വരെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ല, സിനിമകൾക്ക് അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ധൈര്യം ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. നിർമാല്യം എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിൽ ഒരു ക്ലൈമാക്സ് സീൻ, അതിലൊരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. എന്താണ് അതിലെ കേട്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച നടൻ
PG ആൻ്റണി മാഷ് അദ്ദേഹം അവസാനം ചെയ്യുന്നത് വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹം അവസാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും പൂജിച്ചു വന്ന ആ ദേവി വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയാണ്. എന്നിട്ടും ആ സിനിമ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. ഇന്ന് ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരാൾ ചെരുപ്പിട്ട് കയറിയാൽ ഈ രാജ്യം കത്തും അല്ലേ? അപ്പോൾ സിനിമയ്ക്കും സിനിമ എടുക്കുന്നവനും ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്കാണ്. ഈ ജനങ്ങളെ ഇങ്ങനെ ആക്കി വിട്ടതാണ്. അപ്പോൾ സിനിമക്കാർക്ക് ധൈര്യമുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് തങ്ങളിലുള്ള ആശയം, തങ്ങൾക്ക് പറയാനുള്ളത്, അത് രാഷ്ട്രീയമാകാം, മതമാകാം, ചരിത്രമാകാം, എന്തുമാകാം, അത് പ്രേക്ഷകരോട് പറയുക എന്നുള്ളതായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു ചൂതാട്ടമാണ്. അപ്പോൾ ലാഭം കൊയ്യാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതാണ് ഞാൻ സിനിമ എടുക്കുന്ന ആൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ശരിക്കും ആൾക്കാരുടെ ആസ്വാദന രീതി മാറിയതുകൊണ്ടാണ് നമ്മുടെ സിനിമകളുടെയും രീതികൾ മാറിയെന്ന് ആണല്ലേ? പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം കച്ചവടമായപ്പോൾ പിന്നെ ലാഭം കിട്ടാതെ ആരും കച്ചവടം ചെയ്യില്ല. ആ, അപ്പോൾ കച്ചവടമായി, സിനിമ കച്ചവടമായി. അതെ. ഇപ്പോൾ ഇക്കാണെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങൾ തമിഴിലും ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാള സിനിമയിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ജിഗർതണ്ട, പനി പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറയുന്ന സിനിമയിൽ കുറച്ചുകൂടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടറാണല്ലോ, നാടകം അതായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എന്താ തോന്നിയത്? ആ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് തന്നെയാണ് ആദ്യം തോന്നിയത്. എന്നാലും സ്വന്തം ലൈഫായിട്ട് റിലേറ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ്. ഡ്രാമാറ്റിക് ഡെത്തിലെ ക്യാരക്ടറും എൻ്റെ ലൈഫും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അല്ല, നാടകം എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷനായിട്ട് ബന്ധമുള്ള ഇപ്പോൾ ഒരു ചായക്കട നടത്തുന്നവന് ഒരു ചായക്കടക്കാരൻ്റെ കഥാപാത്രം കിട്ടിയാൽ ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ. നാടകം ചെയ്യുന്ന ഞാൻ നാടകക്കാരൻ്റെ ഒരു വേഷം. അല്ല, ഡ്രാമാറ്റിക് ഡെത്തിൽ ഞാൻ ചെയ്യുന്ന ചൗരോ എന്ന ക്യാരക്ടറും അഷ്റഫ് മല്ലിശ്ശേരിയുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ല. അത് രണ്ടും കണ്ടു തന്നെ. ഇപ്പം മൂവീസിൽ ഈ സോഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ലൈക്ക് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ചെയ്യുന്നതാണ്, സിനിമകളിൽ കണ്ടിട്ട് ആൾക്കാർ കുട്ടികൾ വഴി തെറ്റുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പണി, ജിഗർദണ്ഡ എന്നും അങ്ങനത്തെ മൂവീസിൽ ഈ സോഷ്യൽ മെസ്സേജിങ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും അങ്ങനെ മൂവീസ് സോഷ്യൽ മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമ കണ്ടിട്ട് ഇവിടെ ആരും വഴിയേറ്റാണ്. വഴിയേറ്റാൻ തീരുമാനിച്ചാൽ മോളിപ്പോൾ എന്തുമാത്രം സിനിമ കണ്ട് കാണും. ഈ സിനിമയിൽ വേണമെങ്കിൽ മോൾക്ക് വഴി തെറ്റി പോകാൻ പറ്റുന്ന സീൻസൊക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? തെറ്റിയോ? എന്താ? എനിക്കത് വേണ്ടത്. എനിക്ക് അതിൽ ചീത്ത കാര്യങ്ങൾ വേണ്ട, ഞാൻ അതിൽ നല്ല കാര്യങ്ങൾ എടുക്കുന്നു, അത് മതി. നിങ്ങളിനി സിനിമ കാണുന്നില്ല എന്ന് വിചാരിക്കുക, ഒരു പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബെഞ്ചി റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വഴി തെറ്റാവുന്ന എന്തുമാത്രം കാര്യങ്ങൾ കാണും. അതിൽ നിങ്ങൾ കാണുന്നതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും പോസിറ്റീവിനെ വിട്ടുകളയുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ട് ആ സിനിമയിലെ നായകൻ കാണിക്കുന്ന വീരകൃത്യം, എന്തുകൊണ്ട് ജയൻ ഹെലികോപ്റ്ററിൻ്റെ അതിൽ ചാടി കയറി അമിതാവേശം കാണിച്ചു മരിച്ചു? വേറെ ഉള്ളവരാരും അതുപോലെ എന്താ ഹെലികോപ്റ്ററെ കയറി പിടിക്കാത്തത്? നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക സിനിമയിൽ. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്തത് ഏത് സിനിമയിൽ കാണിച്ചാലും കുട്ടികളെ കേൾക്കുക, അതേ ഉള്ളൂ. അല്ലാതെ സിനിമ കൊണ്ട് കുട്ടികൾ ചീത്തയാവുന്നു, കുട്ടികൾ ചീത്തയാവാതെ എന്തെല്ലാം പണികളുണ്ട് ഇവിടെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ചീത്തയാവില്ല. ഈ പനി സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിവാദമായിരുന്നു. അതിലത്തെ റേപ്പ് സീനെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു, റേപ്പ് സീൻ്റെ കാര്യം വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ തരത്തിൽ ഇത്രയും വിവാദപരമായിട്ടുള്ള സിനിമയിലൊക്കെ ഭാഗമായപ്പോൾ എന്താ തോന്നിയത്? അതുകൊണ്ട് കാര്യമുണ്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയായിരുന്നു? എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അതിന് മറുപടി ജോലി അതെടുത്ത് വായിച്ചു. അല്ലതൊന്നും പറയാനൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ ഈ ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടിയ ഒരുപാട് ആൾക്കാർ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും ഭയങ്കര അത്രയും ഒരു വാല്യൂ ഉള്ളൊരു മൂവി, ഒരു കുഞ്ഞു മൂവി ആയതുകൊണ്ട് ഈ നമ്മുടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ മലയാള സിനിമയിൽ അംഗീകരിക്കപ്പെടാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ചോദ്യങ്ങൾ ചെറിയ സിനിമകൾ പലപ്പോഴും ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കിയിട്ട് ചെറിയ സിനിമകൾ പലപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസ് അംഗീകരിക്കപ്പെടാറില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലതൊക്കെ ചില നല്ല സിനിമകളൊക്കെ സ്റ്റാർ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയെ വിലയിരുത്താൻ പാടില്ല എന്നല്ലേ ശരിക്കും ഒരു ഓഡിയൻസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സിനിമ പ്രേമികൾ ശരിക്കും ചിന്തിക്കേണ്ടത്. പക്ഷെ എന്നിട്ടും അവർ സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് പല സിനിമയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, റിവ്യൂ പറഞ്ഞിട്ടാണെങ്കിലും. ആ ഒരു മനോഭാവം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ അവരുടെ തമിഴ്നാട്ടിലൊക്കെ ഓരോ ഹീറോയുടെയും 60 അടി പൊക്കമുള്ള കട്ടൗട്ട് വെച്ചിട്ട് അതിൽ കൂടി ആ ജില്ലയിലെ മുഴുവൻ പാലും കൊണ്ടുവന്ന് ഒഴിക്കുന്നു. ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇത് ഏതെങ്കിലും ഇത് പ്ലാറ്റ്ഫോമിലിടും, അതിൻ്റെ അടിയിൽ എൻ്റെ തന്തൊക്കെ അത് പറയാതിരിക്കുന്നതല്ല, ഞാൻ പറഞ്ഞതിലുണ്ടല്ലോ. അത് ഒരു ജില്ലയിലെ പാല് മുഴുവനും ഒരു നടൻ്റെ കട്ടൗട്ടൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്താണ് അത് വല്ല കാര്യമുണ്ടോ അതിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മലയാളം കമന്റ്സ് പറയുന്ന സംഭവങ്ങളാണല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും തെറിവിളിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വായന വീണ അപ്പൊ തെറിവിളി, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട്? ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്നതിനാണ് കൂടുതലും കിട്ടാറ്. കാര്യം പറയുമ്പോ പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തെങ്കിലും? ആരോട് പ്രതികരിക്കാൻ? എൻ്റെ പോസ്റ്റിന്റെ അടിയിൽ എഴുതിയവരല്ലേ. ഇത് ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫേക്കാണ്. എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ തിരിച്ചവൻ്റെ തന്തൊക്കെ വിളിക്കാനായിട്ട് ഞാൻ ഒരു മരക്കഴി തരുന്നല്ലോ. അങ്ങനെ ഏതാന്ന് അറിഞ്ഞെങ്കിൽ വിളിച്ച് വിളിക്കാമായിരുന്നു. എനിക്കറിയില്ല, അതുകൊണ്ട് വിളിക്കാറുമില്ല. പിന്നെ ഇപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കാറുമില്ല. ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. അടുത്ത് തന്നെ ഒരു നടനെ അറസ്റ്റ് ചെയ്തു, നടൻ്റെ പേരിൽ കേസ് വന്നു, ഭയങ്കര അങ്ങോട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മുടി വളർത്തി താടി വളർത്തിയവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ്, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ശരിയാണ്? അങ്ങനെ ഒരു മനോഭാവം ശരിയായിട്ട് തോന്നുന്നുണ്ടോ? മുടിയും താടിയും വളർത്തിയോണ്ട് അവരെ ശരിയല്ല എന്ന് പലരും അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ആ ഒരു മനോഭാവം ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ആരുടെ മനോഭാവം? ആൾക്കാരുടെ പല ആൾക്കാർ. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ താടി വളർത്തും മീശ വളർത്തും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മുടി കുറച്ചൊരു നീട്ടി വളർത്തി താടി വളർത്തി ശരി അവൻ കഞ്ചാവടിക്കാരനാണ്, അങ്ങനെ പോലീസുകാരടക്കം ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്താ പറയാ, ആളുടെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ ആളുടെ ഒരു സ്റ്റൈലും നോക്കിയിട്ട് വന്ന അവൻ ശരിയല്ല എന്ന് ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാര്. ശരിക്കും ആ ഒരു മനോഭാവം ശരിയാണോ? ആ മനോഭാവം ശരിയാണോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മുടി വളർത്തിയവരും താടി വളർത്തിയവരും എല്ലാം കഞ്ചാവ് വലിക്കാരും മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നൊരു ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇല്ല, എനിക്കില്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടാണെങ്കിലും ഈ പാട്ട് അങ്ങനെ ഒരു മീനിങ്ങിൽ ഇതായതാണ്. പിന്നെ പണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടും ഇതേപോലെ മുടി വളർത്തിയ ആളാണ്. ഞങ്ങൾ വണ്ടി പോയപ്പോൾ പോലീസ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മുടി വളർത്തിയതിൻ്റെ പേരിൽ ഓക്കെ അവൻ്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതായിട്ടും ഈ ഒരു മനോഭാവം ആൾക്കാരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും അത് ഒരു ശരിയായൊരു മനോഭാവമായിട്ട് തോന്നുന്നുണ്ടോന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഈ ശരിയായ മനോഭാവം എന്ന് അത് ആരോട് ചോദിക്കണു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ താടി വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത
മുടി ക്രോപ്പ് ചെയ്ത് മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത നടൻ വന്ന് എന്നോട് കഞ്ചാവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരുടെ മനോഭാവമാണ് ശരിയും തെറ്റും? എന്നോട് വന്ന് കഞ്ചാവ് ചോദിച്ച ആളുടെ ആള് ക്ലീൻ ഷേവാണ്, മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല മേക്കപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്തൊക്കെ അല്ല, ടാൽക്കം പൗഡറൊക്കെ ഇട്ട് ഡ്രസ്ഡായിട്ട് വന്നിട്ട് അല്പം മുഷിഞ്ഞ ഡ്രസ്സ് താടി വളർത്തി ഒക്കെ നിൽക്കുന്നത് എന്നോട് വന്ന് കഞ്ചാവ് ചോദിച്ചു. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാത്ത ആളാണ്, പക്ഷെ അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. അപ്പൊ പിന്നെ ഈ മുടി വളർത്തിയവനാണോ മോശക്കാരൻ, ക്ലീൻ ഷേവ് ചെയ്തവനാണോ മോശക്കാരൻ? അങ്ങനെ അല്ലെങ്കിൽ പോലും പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടാറില്ലേ മുടി? ഞാൻ ഏത് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ കഞ്ചാവുകാരൊക്കെ വന്ന് എന്നോട് മരുന്ന് കഴിക്കാറുണ്ട്. ജഡ്ജല്ല, അവര് ഷുവറാണ്, അവർക്ക് ഞാനത് ഉപയോഗിക്കുന്നത് ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു മനോഭാവം ആൾക്കാര് വന്ന് ചോദിക്കുമ്പോ എന്താ തോന്നാറ്? എന്തിങ്ങനെ പറയാറെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അഭിമാനം തോന്നും. അഭിമാനം തോന്നും, കാരണം അവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തല്ലോ എന്നുള്ള കാര്യത്തിൽ. അല്ലാതെ വേറെ ഇതിൽ എനിക്ക് ഏതെങ്കിലും ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഒരു പ്ലക്കാർഡ് പിടിച്ച് നടക്കാൻ പറ്റുമോ? ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്ന് പ്ലക്കാർഡ് പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ആ മനസ്സിലുള്ള ചിന്താഗതിയും ഇതൊക്കെയാണ്. അല്ലാതെ ഇതിവിടെ ഇങ്ങനെ വരാൻ കാരണം തന്നെ എന്താണ്, 1970-കളിൽ ഹിപ്പി എന്നൊരു കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഹിപ്പി എന്നൊരു സംഗതി, ഇതൊക്കെ ഫോറിനേഴ്സൊക്കെ പണ്ട് ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. മുടി നീട്ടി വളർത്തി, താടി വളർത്തി, കഞ്ചാവ് വലിച്ചെടുക്കുന്ന ഹിപ്പികൾ. ഇന്ന് ഹിപ്പി എന്ന വാക്ക് പോലും കേൾക്കാറില്ല. എന്തൊക്കെ ചെറുപ്രായത്തിൽ ഹിപ്പി എന്നുള്ളൊരു വാക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് വന്നാണ്. അത് അതി കളഞ്ഞ ആ ഒരു സംസ്കാരം നമ്മളിപ്പോൾ എടുത്ത് തുളത്തിടുന്നു. അത്രേ ഉള്ളൂ അതിലൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമ റിലീസിന് ഇറങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും ജീവിതവും മനുഷ്യൻ്റെ ജീവിതത്തിലെ നാടകീയതകളും യാഥാർത്ഥ്യങ്ങളും ചേർന്ന് അതിനെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുക. ഇത് പ്രേക്ഷകൻ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് 16-ന് ശേഷം ഏത് സിനിമയുടെ കാര്യമാണ് ഇത് റിലീസ് ചെയ്ത് തിയേറ്ററിൽ വന്നു ഈ സിനിമ. പക്ഷേ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ആഗ്രഹവും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കണം. ഇനിയും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളുമായി മുന്നോട്ട് പോവുക. കാരണം ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ ബഡ്ജറ്റിൽ വലിയ സെറ്റിങ്സിലും ചെയ്തിരിക്കുന്ന ഒരു സിനിമകളല്ല. ഞങ്ങൾ റിയൽ ലൊക്കേഷൻ സിറ്റുവേഷൻസ് ഇതിലെല്ലാം ചെയ്യുന്ന വിചാരിച്ച പൈസ ചിലവായിട്ടില്ല എന്നുള്ള. സാധാരണ സിനിമയ്ക്ക് ചിലവായിട്ട് കാശൊക്കെ ചിലവായിട്ടുണ്ടാവണം, ചിലവായിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ യഥാർത്ഥ ലൈഫാണ്, ഒരു മനുഷ്യരുടെ യഥാർത്ഥ ലൈഫാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടുള്ള വെള്ളം ചേർക്കലൊന്നാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വന്ന് വണ്ടിയുടെ പുറത്തോട്ട് വീഴുമ്പോൾ വണ്ടി തകർന്നു പോകുന്ന സീനൊന്നും ഇതിലില്ല. പക്ഷേ നിങ്ങൾക്കിതിൽ ജീവിതം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കണം, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഞാൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഇക്കയും പുതിയ നല്ല അടിപൊളി റോള് ഞങ്ങളുടെ മുന്നിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി.